മലയാളത്തിൽ നമ്മൾ പറയുന്ന പലിശ, അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കും. ഈ ഇൻട്രസ്റ്റും അറബിയിൽ നമ്മൾ പറയുന്ന റിബയും സെയിം ആണോ? നമുക്കൊന്ന് നോക്കിയാലോ. ഇൻട്രസ്റ്റ് എന്താണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അത് പിന്നെ പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. റിബ എന്ന അറബി പദത്തിന്റെ അർത്ഥം വർധനവ് അല്ലെങ്കിൽ സർപ്ലസ് എന്നൊക്കെയാണ്. റിബ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് റിബ അൻ നസിയ. നസിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിലേ അല്ലെങ്കിൽ പോസ്റ്റ്പോൺമെന്റ് എന്നൊക്കെയാണ്. റിബ അൻ നസിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേയ്മെന്റിന്റെ ഡിലേ കാരണം എന്തെങ്കിലും ഗ്യാരണ്ടീഡ് എക്സ്ട്രാ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്നതിനെ റിബ അൻ നസിയ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാലപരിമിതിക്കനുസരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാൾ കൂടുതൽ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വരുന്നതിനെ റിബ അൻ നസിയ എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റും. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ബാങ്കിൽ നിന്ന് വരുന്ന പലിശയൊക്കെ ഈ ഒരു ഗണത്തിലാണ് വരിക. കാരണം അവിടെ ടൈമിന്റെ ഡിലേ അനുസരിച്ചാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്. റിബ അൻ നസിയ എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിബയാണ്. ഇനി റിബയിലെ രണ്ടാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ട കാറ്റഗറിയാണ്. ഇതിന്റെ പേരാണ് റിബ അൽ ഫളിൽ. ഫളിൽ എന്നാൽ എക്സസ് അല്ലെങ്കിൽ സർപ്ലസ് എന്നൊക്കെയാണ് അർത്ഥം. റിബ അൽ ഫളിൽ ബാധകമാകുന്നത് റിബവി കമ്മോഡിറ്റികൾക്ക് മാത്രമാണ്. റിബ അൽ ഫളിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സെയിം കമ്മോഡിറ്റികൾ തമ്മിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും അധികമായി കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ ആ അധികം വാങ്ങുന്നത് റിബ അൽ ഫളിൽ എന്ന കാറ്റഗറിയിൽ വരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് സെയിം കമ്മോഡിറ്റികളുടെ അൺഈക്വൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് റിബ അൽ ഫളിൽ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. മനസ്സിലായില്ല? തുടർന്ന് കേട്ടാൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. റിബ അൽ ഫളിൽ രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ സെയിം കമ്മോഡിറ്റീസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണ്. സെയിം കമ്മോഡിറ്റികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല. കൂടാതെ ഓൺ ദ സ്പോട്ട് ആയിരിക്കണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കണം ട്രാൻസാക്ഷൻ നടക്കുന്നത്. കമ്മോഡിറ്റിയുടെ ക്വാളിറ്റി ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാൻ വേണ്ടി ഞാൻ ഈത്തപ്പഴത്തിന്റെ അല്ലെങ്കിൽ ഡേറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ എന്റെ അടുത്ത് 1 കിലോ അജുവ ഡേറ്റ് ഉണ്ട് എന്ന് വെച്ചോളൂ. ഞാൻ ആ 1 കിലോ അജുവ ഡേറ്റ്സ് മറ്റൊരാളുടെ കയ്യിലുള്ള 1.5 കിലോ സുഗരി ഡേറ്റ്സുമായി എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അധികമായി കിട്ടുന്ന 1/2 കിലോ എന്തായി റിബ അൽ ഫളിൽ എന്ന ഗണത്തിൽ വരും. കാരണം ഞാനിവിടെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് 1 കിലോ അജുവ ഡേറ്റ് 1 കിലോ സുഗരി ഡേറ്റുമായിട്ടാണ്. അതിൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരാൻ പാടില്ല. ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നാൽ അത് റിബയായി. ഇനി അതേപോലെ തന്നെ ഞാൻ എന്റെ അടുത്തുള്ള അജുവ ഈത്തപ്പഴം അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തുള്ള സുഗരി ഒരു ദിവസം കഴിഞ്ഞാണ് തരുന്നത് എങ്കിൽ അതും റിബയാവും. കാരണം അത് റിബ അൻ നസിയ എന്നുള്ള ഗണത്തിൽ വരും. കാരണം അവിടെ ഡിലേ വന്നു. ഇവിടെ കണ്ടീഷൻ എന്താണ്? ട്രാൻസാക്ഷൻ ഓൺ ദ സ്പോട്ട് ആയിരിക്കണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സെയിം കമ്മോഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരാൻ പാടില്ല. ഓൺ ദ സ്പോട്ട് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരാം. എന്റെ അടുത്തുള്ള അജുവ ഡേറ്റ്സ് നല്ല ക്വാളിറ്റി ഉള്ളതും അദ്ദേഹത്തിന്റെ അടുത്തുള്ള സുഗരി ഡേറ്റ്സ് ഒരു ക്വാളിറ്റിയും ഇല്ലാത്തതാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താൽ അത് ഫെയർ ആകുമോ എന്നൊരു സംശയം വരാം. ഇങ്ങനെ ക്വാളിറ്റിയിൽ കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്തുള്ള അജുവ ഡേറ്റ്സ് ഞാൻ പണത്തിന് വിറ്റിട്ട് ആ പണം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അടുത്തുള്ള സുഗരി ഡേറ്റ്സിന്റെ മൂല്യം എത്രയാണെന്ന് വെച്ചാൽ അത് പണമായി കൊടുത്തതിന് ശേഷം അത് വാങ്ങുക എന്നുള്ളതാണ്. എക്സ്ചേഞ്ച് നടക്കുമ്പോൾ കണ്ടീഷൻ ഇതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ചിന്റെ കണ്ടീഷൻ എന്നുള്ളതാണ്. രണ്ട് വ്യത്യസ്ത കമ്മോഡിറ്റികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കുമ്പോൾ വാല്യൂവിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരുന്നത് അനുവദനീയമാണ്. പക്ഷേ ട്രാൻസാക്ഷൻ ഓൺ ദ സ്പോട്ട് ആയിരിക്കണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് എങ്കിൽ അവിടെ ഡിലേ ബാധകമായതുകൊണ്ട് തന്നെ റിബ അൻ നസിയ എന്നുള്ള ഗണത്തിൽ വരും. ഒരു ഉദാഹരണത്തിന് ഗോൾഡും സിൽവറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ വാല്യൂവിൽ വ്യത്യാസം വരാം. അത് അനുവദനീയമാണ്. പക്ഷേ ഡിലേ അനുവദനീയമല്ല. അത് ഓൺ ദ സ്പോട്ട് ആയിരിക്കണം. റിബ അൽ ഫളുലുമായിട്ട് നമ്മൾ പറഞ്ഞ ഈ കണ്ടീഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ റിബവി കമ്മോഡിറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടീഷൻസ് ആണ്. ഈ റിബവി കമ്മോഡിറ്റികളിൽ ഗോൾഡ് സിൽവർ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ ഗോൾഡും സിൽവറും ഒക്കെ നബിയുടെ കാലത്ത് കറൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്ന കമ്മോഡിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കറൻസി എക്സ്ചേഞ്ചിനും ഈ കണ്ടീഷൻസ് ബാധകമായിട്ട് വരും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി റിബവി കമ്മോഡിറ്റി അല്ലാത്ത വസ്തുക്കൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇതൊന്നും ബാധകമല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത്, കാറ്, വീട്, ആനിമൽസ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റിയിലോ വാല്യൂയിലോ വ്യത്യാസം വന്നാലും അല്ലെങ്കിൽ ഡിലേ വന്നാൽ പോലും അത് റിബ എന്നുള്ള ഗണത്തിൽ വരൂല. കാരണം അത് റിബവി കമ്മോഡിറ്റി അല്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? റിബയും ഇൻട്രസ്റ്റും സെയിം ആണോ എന്നാണ്. ഇപ്പൊ അവസാനം നമുക്ക് എന്ത് മനസ്സിലായി? ഇൻട്രസ്റ്റ് എന്നുള്ളത് പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ റിബ എന്നുള്ളത് പണവുമായി മാത്രമല്ല ബന്ധം, മറിച്ച് കമ്മോഡിറ്റിയുമായിട്ടും അതിന് ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. That's all for now. This is Salim signing off. Barakah in your wealth.
പീസ് ഇൻ യുവർ ഹാർട്ട്.